മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ആശ്രയിച്ച് ജീവിക്കുന്ന പ്രകൃതി സമ്പത്തുകളുടെ സമഗ്ര രൂപമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ പരിസ്ഥിതിയിൽ ഭൂമി, ജലം, വായു, സസ്യജാലങ്ങൾ, മനുഷ്യർ, വന്യജീവികൾ തുടങ്ങിയവരെല്ലാവരും ഉൾക്കൊള്ളുന്നു. നിർഭാഗ്യവശാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങളിലെല്ലാം വർദ്ധിച്ചു വരികയാണ്. നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത്. അത് കാലാവസ്ഥാ വ്യതിയാനമായാലും ശരി, നമ്മുടെ പൊല്യൂഷൻ്റെ അളവിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം ലോകരാജ്യങ്ങളിലെല്ലാം, ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളിലെല്ലാം വർദ്ധിച്ചു വരികയാണ്. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ ഒരളവ് വരെയെങ്കിലും കുറയ്ക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളിലെല്ലാം നിരവധി ശ്രമങ്ങൾ നടത്തി വരികയാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലായാലും ശരി, സന്നദ്ധ സംഘടനകളുടെ പേരിലായാലും ശരി, നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടത്തുന്ന നിരവധി സർക്കാർ ഇതര പദ്ധതികളുടെ കാര്യത്തിലായാലും ശരി, നിരവധി പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളായ ഞാനും നിങ്ങളും പങ്കാളികളാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സർക്കാർ ഇതര പദ്ധതികളെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞങ്ങളെല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല, എൻ്റെയും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനു പുറമേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ വർഷങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളിൽ പരിസ്ഥിതിയെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകൂടെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ചെറു വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. ഈ ചെറു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും സെൻറ്റർ ഫോർ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിലെല്ലാം പരിസ്ഥിതി നാശം വർദ്ധിച്ചു വരികയാണ്. അത് പല രൂപത്തിലാണ് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത്. അത് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമായാലും ശരി, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റ് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി, ലോകരാജ്യങ്ങളെല്ലാം നേരിടുന്ന പ്രധാനമായ വെല്ലുവിളികളിൽ ഒന്നായി പരിസ്ഥിതി നാശം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പല കാരണങ്ങളുമുണ്ട്. ആ പല കാരണങ്ങളെക്കുറിച്ച് നമുക്കിനി നോക്കാം. പരിസ്ഥിതി ശോഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം പലതരത്തിലുള്ള പൊല്യൂഷനുകളാണ് വർദ്ധിച്ചു വരുന്നത്. അത് വായു മലിനീകരണമായാലും ശരി, ജലമലിനീകരണമായാലും ശരി, ശബ്ദമലിനീകരണമായാലും ശരി, സ്ഥലമലിനീകരണമായാലും ശരി, അങ്ങനെ പലതരത്തിലുള്ള മലിനീകരണമാണ് നമുക്ക് വർദ്ധിച്ചു വരുന്ന പ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. രണ്ട് എന്ന് പറയുന്നത് ജലമലിനീകരണമാണ്. പല കാരണങ്ങൾ കൊണ്ടും, അത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ശരി, മനുഷ്യേതര മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ശരി, മലിനീകരണം വർദ്ധിച്ചു വരികയാണ്. അത് മലിനീകരണം വർദ്ധിപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് വ്യവസായങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും ധാരാളമായി ജലത്തെ പ്രത്യേകിച്ച് ഗംഗ പോലുള്ള സ്ഥലങ്ങളിൽ, ഇല്ലെങ്കിൽ യമുന പോലുള്ള യമുന നദീ തീരങ്ങളിലെല്ലാം ധാരാളം മലിനീകരണം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യൻ സംഘടിപ്പിക്കാറുണ്ട്. അത് കാരണം ജലമലിനീകരണം വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ വായു മലിനീകരണം. നമ്മൾ പ്രധാനമായും വായു മലിനീകരണത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് വ്യവസായവൽക്കരണത്തിന് പുറമേ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തെർമൽ പവറിനെ നമ്മൾ ആശ്രയിക്കുന്നതാണ് പ്രധാനമായ ഒരു കാരണങ്ങളിൽ ഒന്ന്. കാര്യം തെർമൽ പവർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൾ അമിതമായി നമ്മൾ കത്തിക്കേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനാണ് പ്രധാനമായും വായു മലിനീകരണത്തിനുണ്ടാകുന്ന പ്രധാന കാരണം. അതിന് പുറമെ മൈനിങ് ആയാലും ശരി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വായു മലിനീകരണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ വനനശീകരണം, വനങ്ങൾ നമ്മൾ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായി പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ വനനശീകരണത്തിന് തോത് നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ട്. അത് ആ തോത് വർദ്ധിപ്പിച്ചത് കാരണം, ഇല്ലെങ്കിൽ വനനശീകരണമാണ് ഈ പരിസ്ഥിതി ശോഷണത്തിനുണ്ടാകുന്ന ഒരു പ്രധാനമായ മറ്റൊരു കാരണമാണ്. പിന്നെ ജനപ്പെരുപ്പം പലതരത്തിൽ ഈ പരിസര ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യന് താമസിക്കുവാനായി നിരവധി സ്ഥലങ്ങൾ നമ്മൾ അത് പല സ്ഥലങ്ങളും പരിസര ശോഷണത്തിന് കാരണമാകുന്ന പല പ്രദേശങ്ങളിലും, അതുപോലെ ധാരാളം കാട് വെട്ടിത്തെളിച്ച് നമ്മൾ പിന്നെ ആവാസ സ്ഥലത്തിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടുപിടിക്കാനായി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ അതുപോലെ തന്നെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് മാർഗ്ഗങ്ങൾ, ഒന്ന് ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ, രണ്ട് എക്സ്റ്റൻസീവ് കൾട്ടിവേഷനാണ്. ആ ഭൂമിയുടെ അളവ് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ, അത് ഇൻറ്റൻസീവ് കൾട്ടിവേഷനിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ എക്സ്റ്റൻസീവ് കൾട്ടിവേഷനിൽ കൂടെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളെ നമുക്ക് കൃഷിയോഗ്യമാക്കി വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങളിൽ നമുക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പരിസര ശോഷണത്തിന് അത് കാരണമാകുന്നു. അതുപോലെ തന്നെയാണ് ടൂറിസം വന്നതോടുകൂടി പല തരത്തിലുള്ള മലിനീകരണം ആണ്. അതായത് ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയാലും ശരി, ടൂറിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളായാലും ശരി, മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ടും ആ ടൂറിസവും പരിസര ശോഷണത്തിനൊരു കാരണമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ മാറ്റമാണ് പ്രധാനമായി ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്നത്. കാലാവസ്ഥ മാറ്റത്തിനുണ്ടാകുന്ന ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ വർധനവാണ്. അപ്പോൾ അത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരമാലകളുടെ ചൂട് പിടിക്കുന്നതിനായി തിരമാലകളുടെ എണ്ണം കൂടുതലായി നമുക്ക് ദോഷകരമായി അടിക്കുന്നതിനായാലും ശരി, കാർഷിക പ്രവർത്തനങ്ങളെ ആയാലും അങ്ങനെ, അതായത് നമ്മളിപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുടെ രീതി മാറ്റുന്നതിനായാലും ശരി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ കാലാവസ്ഥ വ്യതിയാനം ഈ പരിസര ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായങ്ങൾ തമ്മിലുള്ള അമിതമായ മത്സരബുദ്ധി വരുമ്പോഴത്തേനും കൂടുതലായി നമ്മുടെ റിസോഴ്സസിനെ കൂടുതലായി ചൂഷണം ചെയ്യുന്നതിന് അത് കാരണമാകും. കാര്യം അമിതമായി നമ്മുടെ ചൂഷണം ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ പ്രോഫിറ്റ് റേറ്റ് ലാഭവിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ലാഭം കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമിതമായി നമ്മുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് നമുക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ സങ്കുചിതമായ മനോഭാവങ്ങൾ, അതായത് കൂടുതൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് കൂടുതൽ നമ്മുടെ എനർജി കൺസംഷന് വേണ്ടി നമ്മൾ പരിസര മലിനീകരണത്തിന് കാരണമാകുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പരിസരം ഇല്ലെങ്കിൽ ഇത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നോക്കാം, വ്യവസായങ്ങളുടെ വർധനവ്, വായു മലിനീകരണം, ജലമലിനീകരണം, വനനശീകരണം, ജനപ്പെരുപ്പം. അങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇത്തരം കാരണങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ ഫാക്ടേഴ്സ്, അതിനകത്താണ് നമുക്ക് കാലാവസ്ഥയല്ല വോൾക്കാനോ പോലുള്ള കാരണങ്ങൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ ആന്ത്രോപോളജിക് റീസൺസ് പറഞ്ഞ് മനുഷ്യനെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അതിനകത്താണ് നമുക്ക് മലിനീകരണങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. ശബ്ദ മലിനീകരണമായാലും ശരി, സ്വാർത്ഥ താല്പര്യങ്ങളായാലും ശരി, അതെല്ലാം മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫാക്ടേഴ്സിനെ നമുക്ക് പ്രകൃതിദത്തമായി വരുന്ന ശോഷണത്തിനെ ഒരു രീതിയിൽ നമുക്ക് തടഞ്ഞു വയ്ക്കാൻ കഴിയത്തില്ല. പക്ഷേ മനുഷ്യനിർമ്മിതമായ കാരണങ്ങളെ നമുക്ക് ഫലപ്രദമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. മനുഷ്യന്റെ നിലനിൽപ്പിനെതിരെ നമുക്ക് ആവശ്യമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പല ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന പലവിധ സമ്മേളനങ്ങളും അതിനെ തുടർന്നുണ്ടായ സ്ഥാപനം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി, അതിന് വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായാലും ശരി, അത്തരം അന്താരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളാണ് ആദ്യത്തേത്.
രണ്ടാമതായി ഞാൻ പറയാൻ വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന ഫലമായി നമുക്കൊരു എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു പൊതു അവബോധം ഉണ്ടാക്കുന്നതിനായാലും ശരി, അത് രാഷ്ട്രീയ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളെ അത് എൻകറേജ് ചെയ്യുന്നതിനായാലും ശരി, പലവിധ ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് രണ്ടാമതായി പരിശോധിക്കേണ്ടത്. മൂന്നാമതായി പരിശോധിക്കേണ്ടത് ഗവൺമെൻറ് തലത്തിൽ പലവിധ നിയമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കാര്യം പരിസര പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, കൺസർവേഷന് വേണ്ടി പലവിധ ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ പലവിധ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഗവൺമെൻറ് ഇതിനകം ആവിഷ്കരിച്ച് അല്ലെങ്കിൽ തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും പോളിസികൾ, നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വരികയാണെങ്കിൽ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾ ഈ ഇതിനു വേണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലേക്കൊരു ശ്രമത്തിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ആദ്യമായി ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ നമ്മുടെ പരിസര സംരക്ഷണത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട്. പ്രധാനമായും ആർട്ടിക്കിൾ 48A, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A. ഇവിടെ രണ്ടിലും 48Aയിൽ ഒരു രാജ്യത്തിൻ്റെ ചുമതലയാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് പരിസ്ഥിതി സംരക്ഷണം നടപ്പിലാക്കുക എന്നുള്ളത്. അതാണ് ആർട്ടിക്കിൾ 48Aയിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ പൗരൻ്റെ കാര്യം ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു പൗരൻ്റെ ചുമതലകൾ എന്തൊക്കെയായിരിക്കണം അതിനെ സംബന്ധിച്ചാണ് 51Aയിൽ ആർട്ടിക്കിൾ 51G സബ്സെക്ഷനിൽ പറയുന്നത്, അതിൻ്റെ പൗരൻ്റെ കടമ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശം, അതായത് ശുദ്ധമായ വായു ആയാലും ശരി, അങ്ങനെയുള്ള നമുക്കുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങളെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഭരണഘടനാപരമായി തന്നെ ആർട്ടിക്കിൾ 48Aയിലായാലും ശരി, ആർട്ടിക്കിൾ 51 ശരി, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ശരി, പരിസര സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ പലവിധ ശ്രമങ്ങളും ലോകരാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലോ ഇല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമഫലമായി ഉണ്ടാക്കേണ്ടിയിരിക്കേണ്ട നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ 253 നമ്മൾ ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ UNDPയുടെ ആയാലും ശരി, WHO ആയാലും ശരി, അത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അനുബന്ധമായി ഇന്ത്യയിലും നിയമങ്ങൾ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇന്ത്യയിലേക്ക് നടപ്പിലാക്കുന്നതിന് കാര്യത്തിലായാലും ശരി, ഒരു രാജ്യത്തിൻ്റെ കടമയിലായാലും ശരി, ഒരു പൗരൻ്റെ അവകാശത്തിലായാലും ശരി, പൗരൻ്റെ കടമയിലായാലും ശരി, നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പല സന്നദ്ധ സംഘടനകളും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഗ്രീൻ പീസ് സംഘടന എന്ന് പറയുന്നത്. അത് 1971 കാലഘട്ടങ്ങളിൽ നെതർലൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആഗോളതലത്തിൽ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എർത്ത് ഡേ പ്രസ്ഥാനം അല്ലെങ്കിൽ എർത്ത് ഡേ മൂവ്മെൻ്റ് എന്ന് പറയും, അതും 1970 കാലഘട്ടങ്ങളിൽ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന. അതുപോലെ തന്നെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എത്രത്തോളം പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാതില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെ ലോകരാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. 1962 കാലഘട്ടത്തിലാണ് റേച്ചൽ കേഴ്സൻ്റെ നേതൃത്വത്തിൽ ആ പുസ്തകം പുറത്തു വരികയും ആ പുസ്തകത്തിലാണ് ആദ്യമായി ലോകരാജ്യങ്ങളിൽ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു സന്ദേശം
ഉൾക്കൊണ്ട ആ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തെ തുടർന്ന് അതിനൊരു മൂവ്മെൻ്റ്, അതിൻ്റെ അനുയായികളെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു മൂവ്മെൻ്റ് ആരംഭിക്കുകയും ചെയ്തു. അതിനെയാണ് സൈലന്റ് സ്പ്രിംഗ് മൂവ്മെൻ്റ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. അത് 1962 കാലഘട്ടങ്ങൾ മുതലാണ് ഈ സൈലന്റ് സ്പ്രിംഗ് മൂവ്മെൻറ്റ് ലോകരാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ആഗോളതലത്തിൽ, കേരളത്തിൽ പോലും അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് WWF എന്ന് പറയുന്നത്. അത് ഫുൾ ഫോം എന്ന് പറയുന്നത് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ അത് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വന്യജീവികൾ വഹിക്കുന്ന പങ്ക് എന്താണ്, അതിനെ സംരക്ഷിക്കേണ്ട ചുമതല എന്തൊക്കെയാണ് തുടങ്ങിയതിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് WWF എന്ന് പറയുന്നത്. ഞാൻ ഇനി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അംഗരാജ്യങ്ങളിൽ നടപ്പിലാക്കുവാനായി ആഹ്വാനം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ഒട്ടനവധി ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടന്ന, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ചില സ്ഥാപനങ്ങളെക്കുറിച്ചും ചില സമ്മിറ്റുകളെക്കുറിച്ചും ചില സംഭവങ്ങളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതി വിഷയങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട മുഖ്യ ഏജൻസിയാണ് ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച, അല്ലെങ്കിൽ അതിന് ഒരു വിങ്ങായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് UNEP എന്ന് പറയും. യുണൈറ്റഡ് നേഷൻസ് എൻവയറമെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ചുരുക്കെഴുത്ത്. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ UNEP എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിങ്ങാണ്. അടുത്തതാണ് UNDP. നിങ്ങൾക്കത് അറിയാവുന്നതാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ചട്ടക്കൂട് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി, ഫണ്ട് പലതരത്തിലും വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായാലും ശരി, അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനായാലും ശരി, UNDP എപ്പോഴും മുന്നിലാണ്. അതുപോലെ തന്നെ IPCC എന്ന് പറയുന്നത്, അതായത് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് ആ അംഗരാജ്യങ്ങളുടെ എല്ലാം വാർഷിക യോഗങ്ങൾ കൂടുന്നത് IPCCയുടെ നേതൃത്വത്തിലാണ്. ഉദാഹരണമായി കഴിഞ്ഞ മാസമാണ് 30ാമത് IPCC യോഗം നടന്നത്. അപ്പോൾ IPCC യോഗത്തിൽ വെച്ചാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി, പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും, നമ്മുടെ കാലാവസ്ഥ പരമാവധി, നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് വ്യവസായവൽക്കരണത്തിന് മുൻപുള്ള ആ സമയത്തുണ്ടായിരുന്നതിനേക്കാളും പരമാവധി 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അപ്പോൾ സെൽഷ്യസ്, അപ്പോൾ ആ പരമാവധി, ഇല്ലെങ്കിൽ പരമാവധി നമുക്ക് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്, കഴിയുമെങ്കിൽ അത് 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയ്ക്കണമെന്ന് ആഹ്വാനമൊക്കെ ചെയ്തത് ഈ IPCCയുടെ വിവിധ യോഗങ്ങളിലാണ്. അപ്പോൾ IPCC ആണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. അടുത്തതാണ് യുണൈറ്റഡ് നേഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ് എന്നുള്ളത്. അതായത് വനനശീകരണവുമായി ബന്ധപ്പെട്ട അവബോധമുണ്ടാക്കുന്നതിനായാലും ശരി, അതിൻ്റെ വിപത്തുകളെ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന കാര്യത്തിലായാലും ശരി, UNIF എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഫോറം ഫോർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് IUCN എന്ന് പറയുന്നത്, അതായത് യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അങ്ങനെയുള്ള നിരവധി സംഘടനകളാണ്, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പല സംഘടനകളാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ പരിസര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ സംഘടന ഏതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമ്മിറ്റുകളും യോഗങ്ങളും യോഗ തീരുമാനങ്ങളെയും കുറിച്ച് വളരെ ബ്രീഫായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സമയക്കുറവ് കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ അനുവദിക്കുന്നില്ല. വളരെ ബ്രീഫായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്.
അത് ആദ്യമായി തന്നെ ഒരു കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നടന്ന ഒരു സമ്മിറ്റാണ്. 1972 കാലഘട്ടങ്ങളിലാണ് നടന്നത്. ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെന്റ് പ്രോഗ്രാം തന്നെ രൂപീകരിക്കപ്പെട്ടത് ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെന്റ് പ്രോഗ്രാം രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1971 നടത്തുന്ന റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്, അതായത് ശുദ്ധജല തടാകം പോലുള്ള ജലതടാകങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 1971 ആഗോളതലത്തിൽ നിന്ന് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓസോൺ പാളി നമുക്കറിയാം. നമ്മൾ ഓസോൺ പാളിയുടെ ഭിത്തികളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിനും നിരവധി രോഗങ്ങളും നിരവധി പ്രത്യാഘാതങ്ങളും പരിസരത്തിൽ ഉണ്ടാകുന്നുണ്ട് കാരണമെന്ന് പറയാം. അപ്പോൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു വിയന്ന കോൺഫറൻസ് 1985 നടന്നത്. അതുപോലെ തന്നെ എർത്ത് സമ്മിറ്റ് 1992 ആദ്യത്തെ എർത്ത് സമ്മിറ്റ് നടന്നത് ബ്രസീലാണ്. അതിനുശേഷം നമ്മൾ രണ്ട് എർത്ത് സമ്മിറ്റുകളുണ്ട്. +1 +10 +20 എന്ന് പറയുന്ന രണ്ട് സമ്മേളനം കൂടി നടത്തപ്പെട്ടിട്ടുണ്ട്. അത് റിയോ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് 1992 നടന്നത്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് 1992 ജൈവവൈവിധ്യ കൺവെൻഷൻ ആഗോളത്തിൽ. അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ വ്യാപനത്തെ ഏതെല്ലാം തരത്തിൽ കുറയ്ക്കാമെന്നും അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടത് കോട്ടോ പ്രോട്ടോക്കോളിൽ വെച്ചാണ്. 1997 കോട്ടോ പ്രോട്ടോക്കോൾ നടന്നത്. അതിൽ വെച്ചാണ് ഗ്രീൻ ഹൗസ് വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കുമെന്നും അത് ദോഷങ്ങളെ സംബന്ധിച്ച് ലോക ജനതയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വലിയേറെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്ത ഒരു മീറ്റിംഗാണിത് കോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയും. 2002 നടന്ന ജോഹന്നസ്ബർഗ് സമ്മിറ്റ് ആയിരുന്നു സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ള മറ്റൊരു ഇതെന്ന് പറയുന്നത്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞത് റിയോ 10 നടന്നു, റിയോ +20 നടന്നു. അത് +20 നടന്നത് 2012 അതുപോലെ തന്നെ പാരീസ് കാലാവസ്ഥ ഉടമ്പടി 2015 നടന്നത്. അവിടെ വെച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നത് പരമാവധി 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കണം. പരമാവധി 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കാമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുത്തത് പാരീസ് ഉടമ്പടി അല്ലെങ്കിൽ പാരീസ് കോൺഫറൻസോട് കൂടിയാണ്. അതിന് മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയാം. ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിൽ നിരവധി പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ്. പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ചിപ്കോ മൂവ്മെൻ്റ് ആയാലും ശരി, നർമ്മദ നവോത്ഥാന അല്ലെങ്കിൽ സൈലന്റ് വാലി പ്രോജക്റ്റിനെ സംബന്ധിച്ച് എതിർക്കുന്നതിന് വേണ്ടി ഉണ്ടായ സൈലന്റ് വാലി മൂവ്മെൻ്റ് ആയാലും ശരി, അങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പലവിധ പ്രക്ഷോഭങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പലവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്ന് പറഞ്ഞ വിഷ്ണോബി പ്രസ്ഥാനമാണ്. വിഷ്ണോബി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഗ്രൂപ്പാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 18-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനായി ഒരു സമരം നടത്തുകയും അത് അവിടുത്തെ രാജാവ് 363 പേരെയോളം വധിക്കുകയും ഈ വനനശീകരണത്തിന് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവർ മരണം തന്നെ വിധിക്കുകയും ചെയ്യപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു അന്ന് നടന്നത്. അതിനുശേഷം കൂട്ടക്കൊലയ്ക്ക് ശേഷം രാജ്യത്ത് തന്നെ ഈ വനവൽക്കരണം നടപ്പിലാക്കുകയും പലതരത്തിലുള്ള പ്രവർത്തനം നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ വിൽക്കാൻ. അപ്പോൾ ആദ്യകാലങ്ങളിൽ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമായിരുന്നു വൈഷ്ണവി മൂവ്മെൻ്റ് എന്ന് പറയും. അതിനുശേഷമാണ് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ചിപ്കോ മൂവ്മെൻറ്റ്.
ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1970 കാലഘട്ടങ്ങളിൽ ഉത്തരാഖണ്ഡിലാണ് അത് തുടങ്ങിയത്. എന്നാലും ആ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉള്ള ആ ഒരു മെസ്സേജ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരികയും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ സന്ദേശം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിപ്കോ മൂവ്മെൻ്റ് ആണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറഞ്ഞ ചിപ്കോ മൂവ്മെൻറ്റ്. സൈലന്റ് വാലി പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാര്യം സൈലന്റ് വാലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുവാനുള്ള ശ്രമം നടന്നപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അദ്ദേഹം അത് സൈലന്റ് വാലി പ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആ പ്രോജക്റ്റ് തന്നെ വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ തന്നെ അപ്പിക്കോ മൂവ്മെൻറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ആ മെസ്സേജ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും അപ്പിക്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതും കർണാടകത്തിൽ ഈ സംരക്ഷണത്തിന് വേണ്ടി നടന്ന ഒരു പ്രവർത്തനമാണ്, ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അപ്പിക്കോ മൂവ്മെൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നർമ്മദ ബച്ചാവൻ ആന്തോളൻ, ജംഗിൾ ബച്ചാവോ ആന്തോളനായാലും ശരി, തേരി ഡാം ബച്ചാവൻ പ്രവർത്തനമായാലും ശരി, നവധാന്യ മൂവ്മെൻറ്റ് പ്രസ്ഥാനമായാലും ഇതെല്ലാം പലതരത്തിലുള്ള ഡീഫോറസ്റ്റ് അല്ലെങ്കിൽ വനവൽക്കരണത്തിനെതിരായിട്ടും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഹൈഡ്രോളിക് പ്രോജക്റ്റ് വരുന്നതിനെതിരായിട്ടും പുതിയ ധാന്യ നയം നടപ്പിലാക്കുന്നതിനെതിരായിട്ടും അതുപോലെ തന്നെ പലതരത്തിൽ ഡാം കിട്ടുന്നതിനായി അല്ലെങ്കിൽ പരിസര സംരക്ഷണത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ശ്രമം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം നടത്തിയത്. അപ്പോൾ അതിൽ വളരെ ചുരുക്കമാണ്. ഇതിൽ ഒരുപാട് സംഘടനകൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സമയക്കുറവ് കാരണമാണ് ഞാൻ ബാക്കിയൊന്നും ലിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഘടനകൾ ലോക്കലായിട്ടും സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൈലന്റ് വാലി മൂവ്മെൻ്റ് ആണ്. ഏറ്റവും ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു സൈലന്റ് വാലി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാവൂർ ഗോളി റയോൺസ് എന്ന ഫാക്ടറി പ്രവർത്തിച്ചപ്പോൾ ചാലിയാർ നദിയുടെ തീരത്തുണ്ടായ പരിസര മലിനീകരണവും അതിനെ സംബന്ധിച്ച് അത് ആ കമ്പനി പൊട്ടിക്കുന്നതിനുണ്ടായ അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തുന്നതിനുണ്ടായ മാവൂർ റയോൺസിൻ്റെ പ്രവർത്തനങ്ങളിൽ മാവൂർ റയോൺസിൻ്റെ സമരം ആണ് മറ്റൊരു ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു സമരം. അതുപോലെ തന്നെ പ്ലാച്ചിമട സമരം, കൊക്കക്കോള കമ്പനിക്കെതിരെ നടത്തിയ പ്രവർത്തനം. അതുപോലെ എൻഡോസൾഫാൻ, കാസർഗോഡ് പല ജില്ലകളിൽ നടന്ന എൻഡോസൾഫാൻ, അതുപോലെ വയൽക്കിളി മത്സരം, വയൽക്കിളി സമരം, അങ്ങനെയുള്ള പലവിധ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രവർത്തന സംഘടന സന്നദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരിസര സംരക്ഷണ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലും പലതരത്തിലും നടന്നിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും പരിസര സംരക്ഷണത്തിന് വേണ്ടി പലവിധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകളിലെ ഇല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചുരുക്കം ചില സംഘടനകളുടെ പേരാണ്, ചില സ്ഥാപനങ്ങൾ, ഇതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളാണ്. പലവിധ ഉത്തരവാദിത്വങ്ങൾ പരിസര സംരക്ഷണവുമായി പലവിധ ചുമതലകൾ നിറവേറ്റേണ്ട സ്ഥാപനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും. അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ചെന്നൈ ആസ്ഥാനമാക്കി റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ് മറ്റൊന്ന്. അതുപോലെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ദേശീയ തലത്തിലും സംസ്ഥാനത്ത് ബോർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ,
ബൊട്ടാണിക്കൽ പരമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തേണ്ടത്, കണക്കെടുക്കേണ്ടത്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതെല്ലാം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ജന്തുജാലങ്ങളെ കാര്യം സംബന്ധിച്ച് സുവോളജിക്കൽ സർവേയാണ് ആധികാരികമായി കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഉപദേശങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഫോറസ്റ്റ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നാഷണൽ എൻവയറൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ തല ഏജൻസികളാണ്. പലതും ഡിപ്പാർട്ട്മെൻറ്റുകളോ ഇല്ലെങ്കിൽ അതോറിറ്റികളോ ഇല്ലെങ്കിൽ മിഷൻ്റെ ഭാഗമായിട്ടോ പലവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ചുമതലപ്പെട്ട ഏജൻസികളാണ്. സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാന പരിസര പ്രവർത്തനങ്ങൾ ഭാഗമായി ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് അതിനാവശ്യമായ നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുക എന്നുള്ളത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ പല നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനി നടപ്പിലാക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകം ചെയ്ത പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട നയങ്ങൾ എന്തൊക്കെയാണെന്ന്, ആ നയത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്നും അത് സംസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ലഘുവായി പ്രതിപാദിക്കുകയാണ് ഞാൻ ഈ ഇതിൽ ചെയ്യുന്നത്. പരിസ്ഥിതി നിയമങ്ങളും നയങ്ങളും ഒട്ടനവധി പരിസര സംരക്ഷണവുമായി ഉള്ള നിയമങ്ങളാണ് നാഷണൽ ലെവലിൽ ഇതിനകം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1927 കാലം മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, ഇന്ത്യൻ വന നിയമം ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അതുപോലെ തന്നെ 1972 വന്യജീവി സംരക്ഷണ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വഹിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, അതുപോലെ വനസംരക്ഷണ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അതുപോലെ വായു മലിനീകരണം തടയൽ ആൻഡ് നിയന്ത്രണം അതായത് എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, അതുപോലെ തന്നെ 2002 ജൈവ വൈവിധ്യ നിയമം, അതുപോലെ 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം, അതുപോലെ 2016 മാലിന്യ നിയന്ത്രണ ചട്ടങ്ങൾ ഇല്ലെങ്കിൽ റൂൾസ്, അതുപോലെ തന്നെ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് 2000. അങ്ങനെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ 2-3 നിയമങ്ങളാണ്. ഒന്ന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം എൻവയറൺമെൻറ്റ് പൊല്യൂഷൻ ആക്ട് 1986, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെ ഈ നിയമങ്ങളുടെ ഭാഗമായി പലവിധ അതോറിറ്റികളും പലവിധ സ്റ്റേറ്റ് ഏജൻസികളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കും. ഉദാഹരണമായി പൊല്യൂഷൻ കൺട്രോൾ. അപ്പോൾ മലിനീകരണം പലതരം മലിനീകരണം നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടി എയർ ആയാലും ശരി, നോയിസ് പൊല്യൂഷൻ ആയാലും കുറയ്ക്കുന്നതിന് പലവിധ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നോ എന്ന് പരിശോധിക്കുന്നതിനും അതിനാവശ്യമായ മറ്റു പല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും അതിൻ്റെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ജൈവ വൈവിധ്യ ബോർഡ്, ജൈവ വൈവിധ്യ അതോറിറ്റി ദേശീയ തലത്തിലും, ബോർഡുകൾ സ്റ്റേറ്റ് തലത്തിലും, കമ്മിറ്റികൾ ലോക്കൽ ലെവലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലിൻ്റെ കാര്യത്തിൽ ദേശീയ തലത്തിലും ഓഫീസുണ്ട്, റീജിയണൽ തലത്തിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പ്രത്യേകം ഉത്തരവാദിത്വങ്ങളുണ്ട്, പ്രത്യേകം ഘടനയുണ്ട്, പ്രത്യേകം ഓഫീസുകളുണ്ട്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിലായാലും ശരി, സംസ്ഥാനത്തിലെ നിയമങ്ങളിലേക്ക് ഞാൻ അടുത്തതായിട്ട് വരാം. ദേശീയ തലത്തിൽ പലവിധ നിയമങ്ങൾ വനസംരക്ഷണത്തിനായാലും ശരി, വായു മലിനീകരണം കുറയ്ക്കുന്നതിനായാലും ശരി, വേസ്റ്റ് കൺട്രോൾ കുറയ്ക്കുന്നതിനായാലും ശരി, പലവിധ ശ്രമങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് സംസ്ഥാന തലം നല്ല നിയമങ്ങളെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടതായി ഉള്ളത്. ഇതൊക്കെയാണ് സംസ്ഥാന തലത്തിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് നിയമം എന്ന് പറയുന്നത്.
അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഫോറസ്റ്റ് ആക്ട് 1961, അതുപോലെ തന്നെ പ്രൈവറ്റ് ഫോറസ്റ്റ് ലാൻഡ് ആക്ട് 1971, അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഫോറസ്റ്റ്. അപ്പം ഇങ്ങനെ ഈ ദേശീയ ആക്ടിന് അനുബന്ധമായ മറ്റു പല നിയമങ്ങളും സംസ്ഥാനത്ത് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് ആയാലും ശരി, സേവനാവകാശ നിയമമായാലും ശരി, ഫോറസ്റ്റ് ആക്ടിന് അങ്ങനെ പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് പോലുള്ള നിയമങ്ങൾ ധാരാളം, അല്ലെങ്കിൽ ഒട്ടനവധി നിയമങ്ങൾ സംസ്ഥാന തലത്തിലും സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കി വരികയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പലവിധ സംരക്ഷണ മാർഗങ്ങളാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഓരോ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏതൊരു തരത്തിലുള്ള സംരക്ഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ വംശനാശം തന്നെ ഇല്ല, അല്ലെങ്കിൽ ഭൂഗോളത്തിൽ നിന്ന് തന്നെ അതിലില്ലാതായി മാറും. അത്തരത്തിലുള്ള അത് സസ്തനികളുണ്ട്, മൃഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സസ്തനികൾ ഏതൊക്കെയാണെന്നും അതിനെ മൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെ സംരക്ഷിക്കുന്നതിന് രീതികളുമാണ് നമുക്ക് കൂടുതലായി നോക്കേണ്ടത്. അതിൽ സസ്തനികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏഷ്യൻ ചീറ്റ ഒരു ഉദാഹരണമാണ്. അതുപോലെ പിഗ്മി ഹോഗ് ആയാലും ശരി, മലബാർ ഡെസ്പോട്സ് ആയാലും ശരി, അങ്ങനെ ധാരാളം മൃഗങ്ങൾ അല്ലെങ്കിൽ മാമൽസുകളാണ് ഈ വംശനാശം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ കാണ്ടാമൃഗത്തിൻ്റെ ചൂര, അതുപോലെ തന്നെ ഡോൾഫിൻ്റെ ചില വെറൈറ്റികൾ, അതുപോലെ തന്നെ ബംഗാൾ കടുവ തുടങ്ങിയ, ഇല്ലെങ്കിൽ ഞാനത് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല മൃഗങ്ങളും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളാണ്. ആ ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പദ്ധതികളാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ടെക്നിക്കലി പറയുകയാണെങ്കിൽ 2 മാർഗങ്ങളാണുള്ളത്, ഇൻസിവിറ്റോയും എക്സിവിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ചില പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 2, മൃഗങ്ങളായാലും ശരി, പാമ്പുകൾ, ഉരകവർഗ്ഗങ്ങളായാലും ശരി, അതിനെ നമ്മൾ ഒരു പ്രൊട്ടക്റ്റഡ് ലൈഫിലേക്ക് കൊണ്ടുവരികയും സൂ പോലുള്ള സ്ഥലങ്ങളിൽ അതിനെ പാർപ്പിക്കുകയും ചെയ്ത് പരിപാലിക്കുകയും ചെയ്യുന്നതാണ് എക്സിവിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് പല പരീക്ഷകളിലും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വന്യജീവി സങ്കേതത്തിൻ്റെ പേര് തന്നിട്ട് വർഷം ചോദിക്കും. ചിലപ്പോൾ അത് ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചിട്ട് നിരവധി ചോദ്യങ്ങൾ ഞാൻ PSC പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ ജില്ലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഏത് ജീവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് വിശദ വിവരങ്ങൾ സമയക്കുറവ് കാരണം ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇടുക്കി ജില്ലയാണ് 1950-ലാണ് ഇത് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. പറമ്പിക്കുളം, ചൂളന്നൂർ പയർ കോഴി സങ്കേതമാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ തിരുവനന്തപുരം ജില്ലയാണ്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. ശെന്തുർണി കൊല്ലം ജില്ലയിലാണ്. ആറളം വന്യജീവി. അപ്പോൾ ഈ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഉദാഹരണമായി ശെന്തുർണി വന്യജീവി സങ്കേതമാണ് എക്കോ ടൂറിസത്തിൻ്റെ കേന്ദ്രം എന്ന് പറയും, എക്കോ ടൂറിസം. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ശെന്തുർണിയാണ്. അതുപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ആറളം വന്യജീവി സങ്കേതം എന്ന് പറയും. ഞാൻ പറഞ്ഞത് മറ്റുള്ളതൊന്നും പ്രാധാന്യം ഇല്ലെന്നുള്ളതല്ല, വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും വളരെയധികം പ്രാധാന്യമുള്ളതുമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളുടെ പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലുണ്ട്. മംഗളവനം, അതുപോലെ പെരിയാർ വന്യജീവി ഇടുക്കി വന്യജീവി സങ്കേതം 1976 തട്ടേക്കാട് പക്ഷി സങ്കേതം, ചിന്നയാർ വന്യജീവി സങ്കേതം, കുറിഞ്ഞിമല. അപ്പോൾ ഇങ്ങനെയുള്ള വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ പല ജീവികളെയും സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുക്കിയിരിക്കുന്നത്. ഞാനിനി പറയാൻ പോകുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അല്ലെങ്കിൽ പരിസ്ഥിതി സംഘടനകളുടെ മാത്രം ആവശ്യമല്ല. നമ്മുടെ എല്ലാം ആവശ്യമാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് പലവിധ സപ്പോർട്ടുകൾ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. പലവിധ നിയമ സഹായങ്ങൾ അവർ തരുന്നുണ്ട്. പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി പരിസര സംരക്ഷണത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞാനിനി പറയുവാൻ പോകുന്ന 1-2 പോയിന്റുകൾ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയതും പരിസര സംരക്ഷണം കൂടുതൽ ഫലപ്രദമാക്കുവാൻ ഇല്ലെങ്കിൽ എങ്ങനെ ഉപകരിക്കാം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിലും കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വെക്കാനുണ്ടാകും, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില നിർദ്ദേശങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമ്മുടെ ഈ പരിസരം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ അനിയന്ത്രിതമായ വനനശീകരണം തടയുക എന്നുള്ളതാണ്. കാരണം പല കാരണങ്ങളും, അത് റോഡ് വെട്ടുന്ന കാര്യത്തിലായാലും ശരി, പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനായാലും ശരി, കൂടുതൽ പാർക്കുകൾ ഉണ്ടാക്കുന്നതിനായാലും ശരി, പിന്നെ മനുഷ്യൻ്റെ താല്പര്യത്തിനായി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനായാലും ശരി, നമ്മളിപ്പോൾ കൂടുതൽ വനനശീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല വാക്കുകളിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വനനശീകരണത്തിന് തടയിടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അനിയന്ത്രിതമായ വനനശീകരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത്, എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വനനശീകരണം കുറേയെങ്കിലും അൺഅവോയ്ഡബിൾ റീസൺസ് ആണ് എങ്കിൽ അതിൻ്റെ 10 ഇരട്ടി, ലോകബാങ്ക് പോലുള്ള ഏജൻസികൾ പറയുന്നത് അതിൻ്റെ 10 ഇരട്ടി വനം വെച്ച് പിടിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കൂടുതലായി വനം വെച്ച് പിടിപ്പിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ അത് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും നമ്മുടെ യങ്ങർ ജനറേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ പണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പലതരം വിത്തുകളായാലും ശരി, ചെടികളായാലും ശരി, വൃക്ഷത്തൈകളായാലും നമ്മൾ സപ്ലൈ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വനവൽക്കരണം ഇല്ലെങ്കിൽ ആ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ ആ വനവൽക്കരണ പ്രക്രിയയ്ക്ക് ഒരു ഉത്തേജനം നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം പരിസര മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയും പരിസരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമുക്ക്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വനനശീകരണ പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും കൂടുതൽ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വനം വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും പൊതുജനങ്ങളുടെ ഭാഗത്തും ചെയ്യേണ്ട പ്രധാനമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. 2, നമ്മൾ മലിനീകരണത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, നമ്മുടെ വ്യവസായവൽക്കരണം വന്നതോടുകൂടി പലതരത്തിലുള്ള പൊല്യൂഷൻസ് കൂടി. അപ്പോൾ ആ പൊല്യൂഷൻ കൂടിയത് അതിനെ നമുക്ക് കുറയ്ക്കുവാനുള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലഭ്യമാണ്. ഉദാഹരണമായി മലിനജലം, അതിനെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കത്തക്ക തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എഫേർട്ടുകൾ വ്യവസായ മേഖലയിൽ നിന്നാലും ശരി, വാണിജ്യ മേഖലയിൽ നിന്നാലും ശരി, ഊർജ്ജ മേഖലയിൽ നിന്നായാലും നടപ്പിലാക്കുക എന്നുള്ളതാണ് പരിസര സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അവനവൻ്റെ ഉത്തരവാദിത്വമാണ് അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വീടുകളിൽ തന്നെ അത് പ്രോസസ്സ് ചെയ്ത് വീട്ടിൽ തന്നെ അത് സംസ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഇതെല്ലാം കൂടെ ശേഖരിച്ച് എവിടെയെങ്കിലും കൊണ്ട് തള്ളുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടിടുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്.
അപ്പോൾ നമ്മുടെ ഈ ഈ പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതിന് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം റീസൈക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ആ മാലിന്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജലസംരക്ഷണം, ജലത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരികയാണ്. നമ്മുടെ ആഗോളതലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വെറും 3%. അതിലും 1/3 നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ജലലഭ്യതയുടെ 1% മാത്രമാണ് നമ്മുടെ കുടിവെള്ളമായിട്ട് നമുക്ക് കൃഷിക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ജലമലിനീകരണം പൂർണ്ണമായും എന്ന് പറയുന്നതാണ് ശരി. മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഊർജ സംരക്ഷണം. ഊർജം ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ പൊല്യൂഷന് കാരണക്കാരെന്ന് പറയുന്നത് ഊർജ ഉൽപാദനമാണ്. അപ്പോൾ ഊർജ ഉൽപാദനം അല്ലെങ്കിൽ ഫോസിൽ ബേസ്ഡുള്ള എനർജിയെ നമുക്ക് ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഊർജ ഉപയോഗം നമ്മൾ കുറച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നോൺ കൺവെൻഷൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയെ കൂടുതലായി ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും എല്ലാം ശ്രമങ്ങൾ ആരംഭിക്കേണ്ടത്. അപ്പോൾ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയും ഫോസിൽ ബേസ്ഡുള്ള എനർജിയുടെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മലിനീകരണം കുറയ്ക്കുവാൻ കഴിയുന്ന മറ്റൊരു മാർഗമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ധാരാളം നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ തോതിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം നടപ്പിലാക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ചും മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവരുടെ പങ്കാളിത്തം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പരിസര ശുചിത്വം നിലനിർത്തുന്നതിനും പരിസര ശുചിയാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണത്തെ കൂടുതൽ ഫലപ്രദമാക്കുവാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് വനനശീകരണം ഇല്ലാതാക്കുക, കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, മലിനീകരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. പക്ഷേ ചുരുക്കത്തിൽ സമയക്കുറവ് തന്നെ കൂടുതൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ പരിസ്ഥിതി സംരക്ഷണം ഫലപ്രദമാകൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം 10% ചോദ്യങ്ങൾ, അതായത് 100 ചോദ്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 മാർക്കോളം പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSCയുടെ എല്ലാ പരീക്ഷകളിലും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറ്റിയ നിയമങ്ങളെക്കുറിച്ചും പരിസ്ഥിതി കൺസർവേഷൻ ആക്ടിവിറ്റികളൊക്കെ എവിടെയൊക്കെയാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങളെന്നും അത് ഏതൊക്കെ ജില്ലകളിലാണെന്നും ഏതൊക്കെ വർഷങ്ങളിലാണെന്നും അതേപോലെ പ്രൊവിഷൻസുകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നിങ്ങൾ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ഏരിയകളിലേക്ക് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുക എന്നാണ്. ഈ ചോദ്യം തന്നെ വരുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഏരിയകൾ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും കഴിഞ്ഞ 2024-ലും 2025-ലും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഏരിയകളിൽ നിന്നുമാണ് ഇനിയും ചോദിക്കുവാനുള്ള സാധ്യതകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വായിച്ചിട്ടും പഠിച്ചിട്ടും വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. പ്രധാനമായും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യമെന്ന് പറയുന്നത്,
ഒന്ന്, പരിസ്ഥിതി നിയമങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. രണ്ട്, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ എക്സ്റ്റിറ്റ്യൂട്ടോ പോലുള്ള മാർഗങ്ങളെ സംബന്ധിച്ച്. മൂന്ന്, പലതര സംരക്ഷണ കേന്ദ്രങ്ങളെ സംബന്ധിച്ചും അത് ഏത് സംസ്ഥാനത്ത്, ഏത് ജില്ലയിലാണ്, ഏത് വർഷമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ കാര്യമാണ്. അതായത് ട്രിബ്യൂണൽ ആയാലും ശരി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡായാലും ശരി, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജൈവ സംവിധാനവുമായി ബന്ധപ്പെട്ട, ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട, എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് PSC ചോദ്യങ്ങൾക്ക് ചോദിച്ചതായി കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്തരങ്ങളിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം പരീക്ഷയ്ക്ക് 2024-25 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്. 2024 ലോവർ ഡിവിഷൻ, അത് LST പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PSC സൈറ്റിൽ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഉത്തരവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2024-25 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? അതുപോലെ വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അതുപോലെ തന്നെ സൈലന്റ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അതുപോലെ തന്നെ പാമ്പാടും ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പദ്ധതി ഏതാണ്? ചോദ്യങ്ങൾ ഞാൻ വായിക്കാൻ സമയമാണ് പ്രധാനമായ ഒരു കുറവെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യമാണ് ആദ്യത്തേത്. രണ്ടാമത്തേതാണ് നമ്മുടെ എൻവയറമെന്റ് ലായാണ്, വനാവകാശ നിയമം. എൻവയറമെന്റ് മൂവ്മെന്റും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടത്. അതുപോലെ കൺസർവേഷന് വേണ്ടിയുള്ള ഒരു ഇതാണ് പാമ്പാടും ചോല നാഷണൽ പാർക്കിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യമെന്ന് പറയുന്നത്. അപ്പോൾ സൈലന്റ് വാലി ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? കൊടുത്തിട്ട് ഞാൻ ഉത്തരവാണ് കൊടുത്തത് 84-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ആണ് പള്ളിവാസലാണ്. ഞാൻ വായിക്കും, സമയക്കുറവാണ് പ്രധാനമായ പ്രശ്നമെന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് ജീവജാലങ്ങളുടെ കൺസർവേഷൻ പരിപാലനത്തിന് വേണ്ടി 2 മാർഗങ്ങളാണ് ലോകരാജ്യങ്ങളെല്ലാം നിലവിലുള്ള, ടെക്നിക്കലി പറയുകയാണെങ്കിൽ. അതിൽ ഒന്ന് നമ്മൾ എക്സിറ്റോ എന്ന് പറയും. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എക്സിറ്റോ എന്നും പറയും. അപ്പോൾ ഞാൻ കൊടുത്തു നിൽക്കുന്നത്, ആദ്യം ഞാൻ ചോദ്യം വായിക്കാം. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളിലെ എക്സിറ്റോ എന്നാണ് അതിന് പ്രൊണൗൺസ് ചെയ്യുന്നത്. എക്സിറ്റോ കൺസർവേഷൻ്റെ ഉദാഹരണം ഏത്? എക്സിറ്റോ, അതായത് അതിന് 2 മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ തന്നെ അവരെ സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായ? അപ്പൊ അവർ ആ ജീവികളെ മറ്റൊരിടത്തേക്ക് നമ്മൾ പറിച്ചു കൊണ്ടുപോയി സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ബോട്ടാണിക്കൽ ഗാർഡൻ ഒരു ഉദാഹരണം. അപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ ധാരാളമായി പലവിധ ഇതുമുണ്ട്. മനസ്സിലായ? അപ്പോൾ അതിന് നമ്മളെങ്ങും പറിച്ചുകൊണ്ട് പോകുന്നില്ല. പക്ഷെ രണ്ടാമത് എക്സിറ്റോ എന്ന് പറയുന്നത് ആ ജീവികളെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, അതല്ലെങ്കിൽ സൂവിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂവിൽ കൊണ്ടുവന്നതിന് ശേഷം ആ ജീവിക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ മറ്റെന്തൊക്കെയാണോ ആവശ്യം അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 2 മാർഗങ്ങളാണുള്ളത്. കൺസർവേഷന് വേണ്ടി 2 മാർഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ടാണിക്കൽ ഗാർഡൻ വന്യജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുന്ന 2 രീതികളുണ്ട്. സ്വാഭാവിക ആവാസത്തിൽ തന്നെ ജീവി വർഗങ്ങളെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റോ എന്ന് പറയുന്നത്. ഇൻസിറ്റോ ഫുൾ അക്ഷരം നോക്കണം, INSITU, സംരക്ഷണം. ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ എന്നിവയിലെ ഇൻസിറ്റോ ഉദാഹരണങ്ങളാണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് ഉദാഹരണമായി മൃഗശാലകൾ ആയാലും ശരി, അക്വേറിയം ആയാലും ശരി തുടങ്ങിയ രീതികളാണ് എക്സിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എക്സിറ്റോയിൽ പെടുന്നതെന്നാണ് ചോദ്യം.
ഓക്കെ, പിന്നെ ഇതുപോലെ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ഈ ചോദ്യം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ ജീവികളെയും പ്രധാനമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ സംരക്ഷണ കേന്ദ്രങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ജീവികളുടെ പേരും കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ, ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ സ്ഥലത്തും സംരക്ഷിക്കപ്പെടുന്ന ജീവികൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, ഉദാഹരണത്തിന് സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രധാനമായും സിംഹവാലൻ കുരങ്ങിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഏത് പ്രോജക്റ്റാണ് നമ്മൾ നടപ്പിലാക്കുന്നത്, അതാണ്. അപ്പൊ അത്തരത്തിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ പാർക്കും നമ്മൾ പഠിക്കുമ്പോൾ ഏതിനു വേണ്ടി, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ള കാര്യം കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിനകത്ത്. ഉദാഹരണമായി റീഡ് തവളകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ വേയാണ്. ഉദാഹരണമായി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സി എന്ന് പറയുന്നത് A4, എ എന്ന് പറയുന്നത് റീഡ് തവളയാണ്. അപ്പം ഞാൻ സമയക്കുറവ് കാരണം നോക്കുന്നില്ല. ഇതാണ് എൻ്റെ ചോദ്യം. ഇത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഗ്രേഡ് ചോദ്യം, 2024 ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ 164 കോഡിനകത്ത് ചോദിച്ചിരിക്കുന്ന PSC ചോദ്യത്തിന് ചോദിച്ചതാണ്. ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വനനിയമം നിലവിൽ വന്ന വർഷം ഏത്? റെഡ് ഡേറ്റ ബുക്ക് ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? അതുപോലെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏത് ജില്ലയിലാണ്? തുടങ്ങിയവയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ദേശീയ വനനിയമം വന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ 88ആണ്. അതുപോലെ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പീഷീസ്, നമുക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ഡേറ്റ ബുക്കാണ്. അത് പ്രസിദ്ധീകരിക്കുന്ന IUCN എന്ന് പറയുന്ന സംഘടനയാണ്. അതുപോലെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് അത് ഏത് ജില്ലയിലാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലമ്പൂരാണ്. അല്ല, ജില്ലയല്ല, സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ലാസ്റ്റ് ഇയർ ചോദ്യമാണ് വന്നിരിക്കുന്നത്, 2024 ചോദ്യങ്ങളാണ്. ഈ ചോദ്യം നോക്കുക. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടവക പഞ്ചായത്താണ്. ഈ ഇടവക എന്ന് പറയുന്ന പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഈ ചോദ്യമായിരിക്കില്ല ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക. അടുത്ത് ചോദിക്കുന്ന ഈ ചോദ്യമാണെങ്കിൽ പോലും ഇത് ഇടവക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനം എന്താണെന്നായിരിക്കും അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത ചോദ്യം എന്താണ്, അത് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ മികച്ച മാതൃക കാണിക്കുകയും ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്ത പഞ്ചായത്താണ് ഇടവക പഞ്ചായത്ത് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പ്രവർത്തനമെന്നും ഏത് വർഷമാണ് ചെയ്തതെന്നും ഏത് ജില്ലയിലാണ് ഏത് പഞ്ചായത്തിലാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ട് പോകേണ്ടത്. ഇത് വന്യജീവി സങ്കേതങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നിട്ട്, പിന്നെ ഉദാഹരണം ആറളം പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്, ഇതുപോലെ ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിട്ട് തരും, ഇല്ലെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ തന്നിട്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളത് എഴുതണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിനകത്ത് ടേബിൾ ഞാൻ പവർ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഏത് ജില്ലയാണെന്നും റൈറ്റ് സൈഡിൽ ഏത് പേരെന്താണെന്നും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വന്നൊരു ചോദ്യമാണ് പിന്നെ നീലഗിരി താർ, അതായത് വരയാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുണ്ട്. അതിന് കൊടുത്തൊരു പോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വരയാടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു കാര്യം മൂന്നാറാണ്. മൂന്നാർ വരയാട് സംരക്ഷണ കേന്ദ്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ഇതെന്ന് പറയുന്നത് കേരളമാണ് എന്നുള്ളത് നമുക്ക് സംശയം തോന്നും. പക്ഷേ നീലഗിരി താർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് പ്രോജക്റ്റാണ്, അത് ഓർത്തോണം. അപ്പോൾ ഇത് പിന്നെ ആൾ ഇന്ത്യ തലത്തിൽ ചോദിച്ച് രണ്ട് മൂന്ന് ചോദ്യമാണ്. അതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനത് ചോദ്യം അതുപോലെ എടുത്തിരിക്കുന്നത്.
അതുപോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് അതെന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ കൺട്രോൾ ബോർഡിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചോദ്യം സെൻട്രൽ ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ വരാം. പ്രത്യേകിച്ചും KS പോലുള്ള ഇല്ലെങ്കിൽ റിസർച്ച് ഓഫീസർ തസ്തിക പോലുള്ള തസ്തികയ്ക്ക് ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ലെവലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ UPSC നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോലും നമ്മൾ സസ്റ്റൈനബിലിറ്റിയും നമ്മൾ അതുപോലെ തന്നെ എൻവയറമെൻറ്റ് സ്റ്റഡീസും ഒരു പ്രധാനമായ ഒരു വിഷയമാണ്. ഒട്ടനവധി ചോദ്യങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ KS അതുപോലെയുള്ള അത്തരത്തിലുള്ള സൂപ്പർവൈസറി പരീക്ഷകൾക്കെല്ലാം ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായി വരാറുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യമായി ഞാൻ മുമ്പ് പറഞ്ഞതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ, ഏതൊക്കെ ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ ഈ ഞാൻ മുമ്പ് വീണ്ടും ഓർപ്പിക്കുന്നു, 48A-യും 51A-യും. ഓക്കെ. അതുപോലെ തന്നെ ബയോളജിക്കൽ സ്പോർട്സ്, ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ചിരിക്കുന്നത് ലോകത്ത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ലോകത്ത് 36 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതിൽ ഇന്ത്യയിൽ 4 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അത് ചില പരീക്ഷയ്ക്ക് അതും ചോദിച്ചിട്ടുണ്ട്. വലിയ പരീക്ഷയ്ക്കാണ് KS പോലുള്ള പരീക്ഷയ്ക്കൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ 4 ഹോട്ട് സ്പോട്ടുകൾ ഏതൊക്കെയാണ് അത് കൊടുത്തിട്ടുണ്ട്. ഹിമാലയ, ഇൻഡോ ബർമൻ, വെസ്റ്റേൺ ഗാട്സ്, സുന്ദർലാൻഡ്, നിക്കോബാർ ഐലൻഡ്. ഇതാണ് ഇന്ത്യയിലെ 4 ഹോട്ട്സ്പോട്ടുകൾ. ലോകരാജ്യങ്ങളിൽ മൊത്തം 36 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആദ്യം 25 പിന്നെ അത് 34 വർദ്ധിപ്പിച്ച് ഇപ്പോൾ അത് 36 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പഴയ ആക്റ്റാണ്. അതിനകത്ത് എത്ര തരം കാറ്റഗറി ഓഫ് ഫോറസ്റ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാര്യം 3 തരം ഏരിയകളാണ് ഉള്ളത്. അതായത് റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്. ഓക്കെ. പിന്നെ ആൾ ഇന്ത്യ ടൈഗർ, അത് പല പരീക്ഷയ്ക്കും ചോദിച്ച് ഞാൻ കണ്ടിട്ട്. ആൾ ഇന്ത്യ ടൈഗർ പോപ്പുലേഷൻ്റെ എസ്റ്റിമേഷൻ ആരാണ് എടുക്കുന്നത്? ആരാണ് എടുക്കുന്നതെന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര വർഷം കൂടുമ്പോഴാണ് എടുക്കുന്നത്? 4 വർഷം കൂടുമ്പോൾ. കാര്യം സെൻസസ് എന്ന് പറയുന്നത് പലർക്കും ജനസംഖ്യാ സെൻസസ് 10 വർഷം കൊടുക്കുമ്പോൾ, അഗ്രികൾച്ചർ സെൻസസ് 5 വർഷം കൂടുമ്പോൾ എടുക്കും. അപ്പോൾ അതുപോലെ ടൈഗർ സെൻസസ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം കൂടുമ്പോഴാണ് എടുക്കും എന്നുള്ളതാണ് ചോദ്യം. 4 വർഷം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 4 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ രാജ്യത്ത് ടൈഗറിനെ സംബന്ധിച്ചുള്ള പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നത്. പരിസര സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് ഒരു സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ ആവശ്യമല്ല, നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ ചില വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് വരാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. സമയക്കുറവ് കാരണം ഒരുപാട് വിശദമായി പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വീഡിയോകൾ ഇനിയും ഇടാം. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും എൻ്റെ വ്യക്തിപരമായാലും എൻ്റെ സംഘടനയുടെ പേരിലായാലും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഇനിയും ഇത്തരം വീഡിയോകളുമായി കാണും വരെ നമസ്കാരം.